ടെയിൽവിൻ CSSൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ കാണുന്നത് പോലെ @apply എന്ന ടെയിൽവിൻ CSSൻ്റെ ഡയറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഒരു CSS ഫയലിൽ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തെടുക്കുന്നതെന്ന് നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബട്ടൺ നന്നായിട്ട് അത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെയിൽവിൻ CSS ട്യൂട്ടോറിയൽ സീരീസിൻ്റെ തുടക്കം മുതലുള്ള വീഡിയോ കണ്ടുവരിക, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് @apply പോലെ തന്നെ ടെയിൽവിൻ CSSൻ്റെ മറ്റൊരു ഡയറക്റ്റീവാണ് @tailwind എന്നുള്ളത്. നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ ടെയിൽവിൻഡ് കഴിഞ്ഞിട്ടുള്ള ഈ ബേസ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ് എന്താണ്, യൂട്ടിലിറ്റീസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ടെയിൽവിൻ CSSൻ്റെ ഇൻസ്റ്റലേഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇത് മൂന്നും നേരെ ടെയിൽവിൻ CSSൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് നേരെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരു അക്ഷരം പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് കാരണം ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുണ്ട്. അത് അതാത് സമയത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ @apply എന്ന ഡയറക്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മളിവിടെ input.css എഴുതുന്ന ടെയിൽവിൻ CSSൻ്റെ ക്ലാസ്സുകളും മറ്റും ജനറേറ്റ് ചെയ്ത് മറ്റൊരു സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്ന ഫയലിലേക്ക് വരുന്നുണ്ട് അല്ലേ. നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊന്നും നമ്മൾ എഴുതിയതല്ല. ഇതൊക്കെയും നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്ത ഈ മൂന്ന് കാര്യങ്ങൾ ടെയിൽവിൻഡ് എന്ന ഡയറക്റ്റീവിലെ ബേസ്, കമ്പോണൻസ്, യൂട്ടിലിറ്റീസ്, ഇതൊക്കെ ജനറേറ്റ് ചെയ്ത് വന്ന ടെയിൽവിൻ CSSൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വന്ന CSS നോർമൽ കോഡുകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ടോപ്പിൽ അതിൻ്റെ ബോഡി, അതിൻ്റെ ടോപ്പിലേക്ക് HTML, താഴേക്ക് വന്നു കഴിഞ്ഞാൽ H1, H2, H3, അങ്ങനെ ഒരു കറക്റ്റായിട്ട് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് നോർമൽ CSS ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ആദ്യം നമ്മളതിൻ്റെ റീസെറ്റ് സെറ്റ് ചെയ്യും, പിന്നെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതും, അതിന് തൊട്ട് താഴെ അതിൻ്റെ കുറച്ച് കമ്പോണൻസ് എഴുതും, അതിന് കുറച്ച് താഴെ അതിനും താഴെ എന്താണ് ചെറിയ ചെറിയ യൂട്ടിലിറ്റി ക്ലാസ്സുകൾ, ടെക്സ്റ്റ് സെൻറ്റർ, ബോക്സ് ഷാഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും. അപ്പോൾ അത് എന്താണ്, അത് ഒരു ഓർഡറിൽ നമ്മൾ താഴേക്ക് എഴുതുകയാണ്. അതേ ഓർഡർ തന്നെയാണ് ഇവിടെ ഈ ടെയിൽവിൻ CSSലെ ബേസ്, അതുപോലെ തന്നെ കമ്പോണൻസ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റീസ്. ബേസ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ H1 ടാഗിന്, അതുപോലെ തന്നെ ബോഡിക്ക് ഫോണ്ട് ഫാമിലി, അതുപോലെ തന്നെ HTML എന്തെങ്കിലും ഹൈറ്റുകളോ അല്ലെങ്കിൽ പാരഗ്രാഫിന് എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുന്ന ഒരു സംഗതിയാണെന്തെന്ന് പറയുന്നത് ബേസ്. ഇനി കമ്പോണൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബട്ടൺ, അതുപോലെ തന്നെ മറ്റു ചെറിയ വിഡ്ജറ്റുകൾ, അക്കോർഡിയൻസ്, അതൊക്കെ എന്താണ് ചെറിയ ചെറിയ കമ്പോണൻറ്റുകളാണ് അല്ലേ. ഇനി യൂട്ടിലിറ്റി ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർജിൻ ലെഫ്റ്റ് ഇത്ര, അല്ലെങ്കിൽ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ, ബോക്സ് ഷാഡോസ്, അതുപോലെ തുടങ്ങിയ കാര്യങ്ങളാണ് യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ടൊരു പ്രൊജക്റ്റ് നോർമൽ CSSൽ എഴുതുമ്പോഴും നമ്മൾ ഈ ഓർഡറിൽ തന്നെയാണ് എഴുതുന്നത്. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ടെയിൽവിൻ CSSൻ്റെ ഈ മൂന്ന് ടാഗുകളും ഈ മൂന്ന് ഡയറക്റ്റീവും യൂസ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് style.cssലേക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഒരു എക്സാമ്പിളിലൂടെ ഞാനിത് മനസ്സിലാക്കി തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം, നമ്മളൊരു ബട്ടൺ @apply എന്ന് പറയുന്ന ഡയറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കസ്റ്റമായിട്ട് കോൺഫിഗർ ചെയ്ത ഫോണ്ട് ഫാമിലി, കളറ്, പാഡിങ്, രണ്ട് കാര്യങ്ങളെ നമ്മൾ ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ആയിട്ട് യൂസ് ചെയ്തുള്ളൂ. അത് ഇവിടെ style.css നമ്മൾ ക്ലോസ് ചെയ്യാം. ആ രണ്ട് കാര്യങ്ങൾ ഇതാണ്, ടെക്സ്റ്റ് -white, അതുപോലെ തന്നെ ടെക്സ്റ്റ് LG. ഈ രണ്ട് യൂട്ടിലിറ്റി ക്ലാസ് മാത്രം നമ്മൾ ടെയിൽവിൻ CSSൽ നിന്ന് എടുത്തതാണ്. ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കസ്റ്റമായിട്ട് ടെയിൽവിൻ config.jsൽ കോൺഫിഗർ ചെയ്തെടുത്ത സംഗതിയാണ്. ഇത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് വെച്ച ഈ പാഡിങ്, ബട്ടന് നമ്മൾ കൊടുത്ത ഈ പാഡിങ് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ നമ്മൾ കസ്റ്റമായിട്ട് കൊടുത്ത പാഡിംഗ് ആണ് അതിൻ്റെ ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് ഒക്കെ ഉള്ളത്.
നമുക്ക് ആ പാഡിങ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇൻപുട്ട് ഡോട്ട് സി എസ് എസിൽ അറ്റ് അപ്ലൈ ഡയറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പാഡിങ് എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് എടുത്ത് മാറ്റുകയാണ്. ഡിലീറ്റ് ചെയ്തു, സേവ് ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ഇവിടെ പാഡിങ് ഒന്നുമില്ല. നമുക്കപ്പോൾ നമ്മുടെ ടെയിൽവിൻ സി എസ് എസിലെ ഇൻലൈനായിട്ട് നമുക്കൊരു അതിൻ്റെ യൂട്ടിലിറ്റി ക്ലാസ് യൂസ് ചെയ്യാം. അതായത് പി വൈ നമുക്കൊരു അല്ലെങ്കിൽ കുഴപ്പമില്ല ഫുള്ളായിട്ട് എഴുതാം. പി ഹൈഫൺ നമുക്കൊരു 2 കൊടുക്കാം. സേവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പാഡിങ് അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് ബോട്ടം റൈറ്റ് വന്നിട്ടുണ്ട്. ഈ 2യിലുള്ള അളവ് നോക്കുക. പാഡിങ് 2ൽ വന്നിരിക്കുന്നത് 0.5 റം ആണ്. ഇനി നമുക്ക് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കസ്റ്റമായിട്ട് പാഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പാഡിങ് ഇവിടെ വീണ്ടും നമുക്ക് കൊടുത്തു നോക്കാം. നമ്മളിവിടെ കൊടുത്തിരുന്ന പേര് ശ്രദ്ധിക്കുക, ബട്ടൺ പാഡിങ് എന്നാണ്. അപ്പോൾ ഇവിടെ വരിക, ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻലൈനായിട്ടാണ്. ശ്രദ്ധിക്കണം, മറന്നു പോരുത്. ഇൻഡെക്സ് ഡോട്ട് HTML ഇൻലൈനായിട്ടാണ് നമ്മളിവിടെ വന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്ത പാഡിങ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡോട്ട് CSSലാണ്. അവിടെ വന്നിട്ട് പി ഹൈഫൺ നമ്മൾ അതിൻ്റെ പേരെഴുതുക, ബട്ടൺ പാഡിങ് എന്ന് സേവ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഈ ബട്ടൺ പാഡിംഗ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CSSൻ്റെ റൂൾ അനുസരിച്ച് ഇൻലൈനായിട്ട് എഴുതുന്ന പാഡിംഗ് ആണ് ഇവിടെ ശരിക്കും എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ എടുത്തിരിക്കുന്നത് ഏതാണ്? ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഇൻപുട്ട് ഡോട്ട് CSSൽ എഴുതിയ പാഡിംഗ് ആണ്. അതിന് കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻലൈനായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ P2 നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ്സിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ പറഞ്ഞു ഈ 3 കാര്യങ്ങളും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ സ്റ്റൈൽ ഡോട്ട് CSSൽ വന്ന് ജനറേറ്റ് ആകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ P2 എന്ന് പറയുന്ന യൂട്ടിലിറ്റി ക്ലാസ് ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിന്ന് ജനറേറ്റ് ആയി വരുന്നതാണ്. അതിന് തൊട്ട് താഴെയാണ് ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പാഡിങ് കൊടുത്തു വെച്ചിരിക്കുന്നത്. CSSൻ്റെ റൂൾ അനുസരിച്ച് ഇൻലൈനായിട്ട് എഴുതുന്നത് എടുക്കേണ്ടതാണ്, പ്രയോറിറ്റി ആയിട്ട് എടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അതിന് കാരണം ഈ P2 എന്ന് പറയുന്ന ഈ ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ് വരുന്നത് ഈ ഇവിടെ നിന്നാണ്. അതായത് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്റ്റീവിൽ നിന്നാണ്. അതിന് താഴെയായിട്ടാണ് നമ്മൾ ബട്ടൺ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് CSSൻ്റെ റൂൾ അനുസരിച്ച് ഏറ്റവും തൊട്ട് താഴെ എഴുതുന്ന സ്റ്റൈലിനായിരിക്കും പ്രയോറിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഈ പി ഹൈഫൺ ബട്ടൺ പാഡിംഗ് എന്ന് പറയുന്ന ഈ പാഡിങ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. എന്നാലും മറ്റൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഞാനിവിടെ ഈ താഴെ എഴുതിയിരിക്കുന്ന ബട്ടൺ ഞാൻ കട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ യൂട്ടിലിറ്റിയിൽ നിന്നാണ് നമ്മൾ ഈ P2 എന്ന് പറയുന്ന സംഗതി വരുന്നത്. അപ്പോൾ ഇതിന് പ്രയോറിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ വരണം അല്ലേ? അതായത് യൂട്ടിലിറ്റി താഴെ വരണം. ഈ യൂട്ടിലിറ്റിക്ക് മുകളിൽ കൊണ്ടുവന്ന് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ സ്റ്റൈൽ പേസ്റ്റ് ചെയ്യാണ്, സേവ് ചെയ്തു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നത് കണ്ട P2 എന്ന് പറയുന്ന ആ ഒരു ചെറിയ പാഡിംഗ് ആണ് ഇതിന് ചുറ്റിനും വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രയോറിറ്റി കിട്ടിയിരിക്കുന്ന ഈ യൂട്ടിലിറ്റിക്കാണ് ഇവിടെ പ്രയോറിറ്റി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമുക്ക് ടെയിൽവിൻ ബേസിൻ്റെയും കമ്പോണൻസിൻ്റെയും താഴേക്കും മുകളിലുമായിട്ട് നമുക്ക് പ്രയോറിറ്റി ബേസ് ചെയ്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് എഴുതുക എന്ന് പറയുന്ന ഒരു പോസിബിൾ അല്ല. നമുക്കങ്ങനെ എഴുതുന്നത് ശരിയല്ല. കാരണം ഈ 3 ഡയറക്റ്റീവും കറക്റ്റായിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ എഴുതുന്ന ടെയിൽവിൻ CSSൻ്റെ ഇൻപുട്ട് ഡോട്ട് CSSൻ്റെ ടോപ്പിൽ ഇത് 3 വരണം. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ഈ കോഡുകളെല്ലാം എഴുതേണ്ടത്. പക്ഷെ നമ്മൾ ആ പ്രയോറിറ്റി എങ്ങനെ എടുക്കും? അവിടെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റീവ്. അതിൻ്റെ പേരാണ് അറ്റ് ലെയർ എന്ന് പറയുന്നത്. അറ്റ് ലെയർ. എന്നിട്ട് ഈ ലെയറിന് നമ്മളിവിടെ കൊടുത്ത് ഇത് ഓരോരോ ലെയറായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് അറ്റ് ലെയർ എന്ന് പറയുന്ന ഈ ഡയറക്റ്റീവ് ഇവിടെ എഴുതുക. അതിനുശേഷം നമ്മൾ ഈ ബട്ടൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കമ്പോണൻ്റ് എന്ന് പറയുന്ന ലെവലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ കമ്പോണൻ്റ് കോപ്പി ചെയ്തെടുക്കുക, ഇവിടെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഈ ബട്ടണെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തെഴുതിയാലും ഈ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലേക്കായിരിക്കും അത് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബട്ടൻ്റെ പൊസിഷൻ എവിടെയായി? ഇവിടെയായി. നമ്മൾ എഴുതിയിരിക്കുന്ന യൂട്ടിലിറ്റി ക്ലാസ്സായി ഇതിൻ്റെ പൊസിഷൻ എവിടെയായി? തൊട്ട് താഴെയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതായിരിക്കും എടുക്കുന്നത്? യൂട്ടിലിറ്റി ക്ലാസ് ആയിട്ടുള്ള ഈ സംഗതി ആയിരിക്കും എടുക്കുന്നത്. കണ്ടോ? ഇനി
അപ്പോൾ ഈ ബട്ടൻ്റെ പൊസിഷൻ നേരെ എവിടേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഈ പൊസിഷനിലേക്ക് പോയി. ഇനി നിങ്ങൾക്ക് യൂട്ടിലിറ്റിയിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അറ്റ് ലെയർ എന്ന് കൊടുക്കുക, അതിൻ്റെ പേര് യൂട്ടിലിറ്റി എന്ന് എടുക്കുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാസ് കൊടുത്ത് അറ്റ് അപ്ലൈ കൊടുത്ത് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലേട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അറ്റ് ലെയർ എന്ന് പറയുന്ന നമ്മുടെ ഡിറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് ഈ Tailwind CSSലെ ഈ അതാത് പൊസിഷനിലേക്ക്, അതായത് ബേസിലേക്കും കമ്പോണൻസിലേക്കും യൂട്ടിലിറ്റിയിലേക്കും ഓർഡർ മാറാതെ തന്നെ, അതായത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഓർഡറിലേക്ക് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ അറ്റ് ലെയർ എന്ന് പറയുന്ന ഈ ഡിറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഇങ്ങനെയാണ് നമ്മൾ ഡിറക്റ്റീവ് Tailwind CSSൻ്റെ ബേസ്, കമ്പോണൻ്റ്, യൂട്ടിലിറ്റീസ് അത് കറക്റ്റായിട്ട് അതാത് പൊസിഷനിൽ ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് ലെയർ എന്ന് പറയുന്ന മറ്റൊരു ഡിറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആകണ്ട. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അവസാനം നമ്മളൊരു ചെറിയൊരു പ്രൊജക്റ്റും കൂടെ ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഈ സീരീസ് അവസാനിക്കുക. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണുക, അതിന് ശേഷം വന്ന് ഇത് കാണുക. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകും. ഇനി ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് എഴുതുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.